വീട്ടിൽ. പതിനഞ്ച് മിനിറ്റിന് ശേഷം. ശശി എഴുന്നേറ്റ് 8 മണി എന്നിട്ട് സ്കൂളിൽ പോണ്ടേ? 8 മണിയായോ? പോയി റെഡിയാവോ? ശശി പെട്ടെന്ന് ചാടിയിലേക്ക് ഷർട്ടൊക്കെ ഇട്ട് സ്കൂളിലേക്ക് ഓടിപ്പോകുന്നു. ശശി ലേറ്റായി ക്ലാസ്സിലേക്ക് പോകുന്നു. ശശി ഇന്ന് സ്കൂളിൽ എങ്ങനെയാ വന്നത്? സോറി, ഞാൻ ലേറ്റ് ആയി. നിങ്ങളെന്താ വീട്ടിൽ ആവശ്യമില്ലേ? സോറി, ഞാൻ നേരത്തെ കാണുന്നു. ശശി ക്ലാസ്സിൽ ഉറക്കം തൂങ്ങി പഠിക്കാൻ പറ്റാതിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ടൈമിൽ അവന്റെ കൂട്ടുകാരൻ സുമേഷായിട്ട് സംസാരിക്കുന്നു. അതൊന്നും ഇല്ലടാ, ചുമ്മാ എനിക്ക് ഉറക്കം വന്നിട്ടാ. ഒന്നുമില്ലെന്നേ. എനിക്കറിയാം നീ ആണെങ്കിൽ ആ സ്കൂളിന്റെ പുറകിൽ പോയിട്ട് സുപ്പാണ്ടി തരുന്ന സാധനം ഉപയോഗിക്കുമല്ലോ. ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ലെന്ന് വിടാമോ? ശശി സ്കൂള് കഴിഞ്ഞിട്ട് സ്കൂളിന്റെ പുറകിലേക്ക് പോകുന്നു. ഹലോ, എടാ, ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നീ എവിടെയാ? ഓക്കെ കണ്ടു. അവിടെ സുപ്പാണ്ടി വരുന്നു. പൈസ വേണമെന്ന് അറിയത്തില്ല. അടിക്കുമ്പോ നിനക്ക് എടുക്കാൻ പറ്റൂലേ? കുഴപ്പമില്ല. എടാ വേണ്ട, പൈസ. അവിടെ പോലീസ് വന്ന് ശശിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. സുപ്പാണ്ടി ശശിനെ സ്കൂളിലേക്ക് പിടിച്ചു വെക്കുന്നു. അന്നേരം വീട്ടിൽ അമ്മയ്ക്ക് ഫോൺ വരുന്നു. ഹലോ, എന്ത് എനിക്ക് കേൾക്കുന്നേ? എന്റെ മോൻ അങ്ങനെ ചെയ്തിട്ടില്ല ടീച്ചറെ. ആണോ? എന്താ സ്കൂളോട്ട് വരുന്നു? എനിക്കറിയാതെ അവൻ ഈയാണെങ്കിൽ മാറിയിട്ടുണ്ട്. സ്കൂളിൽ പോ. അമ്മയും അനിയത്തിയും സ്കൂളിലേക്ക് പോകുന്നു. ഇത് കണ്ടോ? നിന്റെ മകന്റെ കയ്യിൽ ഞാനെല്ലാം കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മഴ വളർത്തുന്നത്. ശശി, ഞാൻ എന്തിനാണ് വഴക്ക് ചെയ്ത്? സോറി സാറേ, ഇത്തവണത്തേക്ക് നിങ്ങൾ മാറ്റി വിടുവോ? ഇതാദ്യത്തെ പ്രാവശ്യമായിട്ട് ഞാൻ വിടാം. ഇനിയും തീരാത്ത വിവരം. അവർ 3 പേരും വീട്ടിലേക്ക് പോകുന്നു. ശശി, ഇനി നിനക്ക് 6 മാസത്തേക്ക് ഫോണും ഇല്ല, ഐപാഡും ഇല്ല, കേട്ടല്ലോ? എന്താണ് നിനക്ക് ധാരണ തന്നത്? അത് മറ്റേ സുപ്പാടി എന്ന് പറയുന്നൊരു ഡ്രഗ്സ് സ്മഗ്ലർ ഉണ്ടായിരുന്നു. അവനാണെന്ന് അറിയണത് പോലീസിനെ വിളിച്ചിട്ടില്ല. ഹലോ സാറേ, ഈ സുപ്പാണ്ടി എന്ന് പറഞ്ഞ ആളെ അറിയാമോ? അവന്റെ സാറേ എന്റെ മകൻ ഇവർ കൊടുത്തത്. ആണോ സാറേ? ഓ താങ്ക് സാറേ, നന്നായി, വളരെ നന്നായി സാറേ. ഓക്കെ ബൈ. അവരെ വിളിച്ചിട്ട് പോലീസ്. അമ്മ ഇത് വെച്ചോ. നീ എന്താ കാണിച്ചു നിൽക്കേ? അടിക്കരുതില്ലേ? നിന്നെ ഇങ്ങനെ വളർത്തിയില്ലേ? Smoking causes cancer. Smoking is injurious to health. നമ്മൾ ഇങ്ങനത്തെ ഡ്രഗുകളൊന്നും ചെയ്യാതിരിക്കണം. ഇനി നമുക്ക് ഈ അടിപൊളി ആക്ട്രസിനെയും വേദിയിലേക്ക് ക്ഷണിക്കാം. സിയോൺ ശശി, സാറ അനിയത്തി, ദേവീന അമ്മ, ഫെബിയ ടീച്ചർ, അശ്വിൻ സുപ്പാണ്ടി, ഫെബിൻ പോലീസ്, ഡയോണ പോലീസ്,
പിന്നെ അവസാനം ഞാൻ സുമേഷ് എന്നാണ്